Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. രാമന്തളി പഞ്ചായത്തിലെ ചൂളക്കടവിനെയും പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിക്കടവിനെയും ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്ന നേതാക്കൾക്ക് പൊതുയോഗ പ്രസംഗത്തിലൂടെ തുറന്ന മറുപടിയും താക്കീതും നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. തൃക്കരിപ്പൂർ മുൻ MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന K കുഞ്ഞിരാമന്റെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ പ്രതികരിച്ചത്. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ നേതൃത്വത്തിൽ വലിയ പറമ്പ് ബീച്ചിൽ സംഘടിപ്പിച്ച തീരസംഗമം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിക്ക് ഞായറാഴ്ച വൈകുന്നേരം നാടൻപാട്ട് അവതരണത്തോടെയാണ് സമാപനമായത്. പയ്യന്നൂരിന്റെ അഭിമാനമായി മാറുകയാണ് കൊച്ചിയിലെ ഫസീല മൻസിലിൽ ഫാഹിദയുടെയും നജീബിന്റെയും മകനായ മുഹമ്മദ് ലിയാൻ. ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാരാസ്കേറ്റിംഗ് വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി 2 തവണയാണ് വെള്ളി മെഡൽ നേടിയത്. വാർത്തകൾ വിശദമായി. രാമന്തളി പഞ്ചായത്തിലെ ചൂളക്കടവിനെയും പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിക്കടവിനെയും ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ രാമന്തളി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചൂളക്കടവ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇതിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെ ഏറെക്കുറെ നേരത്തെ തന്നെ പൂർത്തീകരിക്കാനാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് കുറച്ചുകൂടി സമയം ചെലവഴിക്കുക. ഇതിന് പണം കണ്ടെത്തിയതും കിഫ്ബി വഴിയാണ്. അതാണ് കിഫ്ബി. ഇവിടെ ചൂണ്ടിക്കാട്ടിയ തീരദേശ ഹൈവേ 9 ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് തീരദേശ ഹൈവേ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേയിൽ ഓരോ 50 കിലോമീറ്ററും ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകളാണ്. യാത്രക്കാർക്ക് വിശ്രമിക്കാനും സഞ്ചാരികൾക്ക് ആസ്വദിക്കാനും ജനങ്ങൾക്കാകെ സമയം ചെലവഴിക്കുവാനും ഒക്കെ 50 കിലോമീറ്റർ ഇടവിട്ട് 12 ഇടങ്ങളിൽ കേന്ദ്രങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. MLA TA മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ സ്വാഗതം ആശംസിച്ചു. KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ KV റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീര ടീച്ചർ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A വത്സല, മോണങ്ങാട്ടു മൊയ്തു, ഹസീന കാട്ടൂർ, K വിജീഷ്, ഉസ്മാൻ കരപ്പാത്ത്, രഞ്ജിത്ത് VG തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്ന നേതാക്കൾക്ക് പൊതുയോഗ പ്രസംഗത്തിലൂടെ തുറന്ന മറുപടിയും താക്കീതും നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. തൃക്കരിപ്പൂർ മുൻ MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന K കുഞ്ഞിരാമന്റെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ പ്രതികരിച്ചത്.
എന്ത് തോന്നിയവാസം ചെയ്താലും അതിലൊന്നും ഈ പാർട്ടിയിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ധരിച്ചു പുറപ്പെട്ട ചില ആളുകളുണ്ട്. നേതാവായി നിൽക്കുന്ന ചിലരുടെ ധാരണ ഞാനില്ലെങ്കിൽ പാർട്ടിയില്ലെന്നാണ്. ഒരാളും പാർട്ടിക്ക് മുകളിലല്ലെന്നും ജനങ്ങളാണ് പാർട്ടിയുടെ അടിസ്ഥാനമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എന്ത് തോന്നിയാസം ചെയ്താലും അതിലൊന്നും ഈ പാർട്ടി ചോദിക്കാനും പറയാനും ആളില്ല എന്ന് ധരിച്ച് പുറപ്പെട്ട ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഈ ഉത്തരം. ഒരാളും പാർട്ടിക്ക് മേലെയല്ല. പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ നേതാവായി നടക്കുന്ന ചില ആളുകളുടെ ധാരണ ഞാനില്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവില്ല. ഒരാളുമല്ല ഈ പാർട്ടിയുടെ അടിസ്ഥാനം ജനങ്ങളാണ്. ജനങ്ങളാണ് ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിച്ചത്. അവർ തന്നെയാണ് ഈ പാർട്ടിയെ ശരിയായ ദിശാബോധത്തോടെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കുക. കൃത്യമായ നിലപാട് സ്വീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് പോയാൽ അതിന്റെ ഒപ്പമാണ് ജനങ്ങൾ. അല്ലാതെ വേറെ ആരുടെങ്കിലും ഒപ്പമാണ് എന്ന് തെറ്റിദ്ധരടൊന്നും വേണ്ട. കെ കുഞ്ഞിരാമന്റെ ജന്മനാടായ കാരിയിൽ ഒരുക്കിയ സ്മാരക സ്തൂപത്തിന്റെ അനാച്ഛാദനം നിർവഹിച്ച് നടന്ന പൊതുയോഗത്തിലാണ് ഗോവിന്ദൻ മാസ്റ്റർ താക്കീത് നൽകിയത്. CPM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P ജനാർദ്ദനൻ, M രാജഗോപാലൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം K സുധാകരൻ, CJ സജിത്ത്, സാബു എബ്രഹാം, VV രമേശൻ, P കോമൻ നമ്പ്യാർ, PC സുബൈദ, P കുഞ്ഞിക്കണ്ണൻ, M രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ വലിയ പറമ്പ് ബീച്ചിൽ സംഘടിപ്പിച്ച തീരസംഗമം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിക്ക് ഞായറാഴ്ച വൈകുന്നേരം നാടൻപാട്ട് അവതരണത്തോടെയാണ് സമാപനമായത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കായിക നേട്ടം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും വയോജനങ്ങളെയും ആദരിച്ചു. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ആദരവ് നൽകി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, വൈസ് പ്രസിഡന്റ് P ശ്യാമള, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഖാദർ പാണ്ഡ്യാല, EK മല്ലിക, പഞ്ചായത്ത് അംഗം ഹസീന, കുടുംബശ്രീ CDS അധ്യക്ഷരായ EK ബിന്ദു, M മാലതി, P റീന, K സജിത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ബാല വയോജന സംഗമം നടന്നു. അനുഭവങ്ങൾ പങ്കുവച്ച ചടങ്ങിൽ നിർമ്മൽ കുമാർ കാടകം മോഡറേറ്ററായി. വൈകുന്നേരം പുറച്ചേരി കലാസമിതി അവതരിപ്പിച്ച നാടൻപാട്ട് അരങ്ങേറി. തീരസംഗമത്തിന്റെ ഭാഗമായി 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള യുവതീ യുവാക്കൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ഉദ്യോഗ നിയമനത്തിന് വഴിയൊരുക്കലുമായി നടപ്പാക്കുന്ന സാഗർമാല പദ്ധതിക്കും തുടക്കമിട്ടിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിന്റെ അഭിമാനമായി മാറുകയാണ് കൊച്ചിയിലെ ഫസീല മൻസിലിൽ ഫാഹിദയുടെയും നജീബിന്റെയും മകനായ മുഹമ്മദ് ലിയാൻ. ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാരാസ്കേറ്റിംഗ് വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി 2 തവണയാണ് വെള്ളി മെഡൽ നേടിയത്. ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി 2 വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ലിയാനാണ് എനിക്കൊപ്പം ഉള്ളത്. മോനെ, നമസ്കാരം. ഭയങ്കര സന്തോഷമാണോ? ഏത് പ്രായം മുതൽ മോനെ ഇത് പഠിക്കാൻ തുടങ്ങിയത്? ഞാനിത് 4 വയസ്സ് മുതൽ പഠിക്കുന്നു. 4 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് ലിയാനെ കുറിച്ച് പറയുമ്പോൾ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ? 90% കാഴ്ച പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പാരാ സ്കേറ്റിംഗ് മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പിലാണ് അവൻ പങ്കെടുത്തത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പയ്യന്നൂർ ഭാഗത്തൊക്കെ ഈ റോളർ സ്കേറ്റിംഗ് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവർ തന്നെ വിരളമാണ്. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഒരു വെല്ലുവിളികളും ഇല്ലാത്തവർക്ക് തന്നെ കുറച്ച് പേടിയുള്ളൊരു മത്സരമാണ്. അപ്പോൾ എന്തായിരുന്നു ആദ്യം ഈ 4 വയസ്സിൽ ഇവനെ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം എങ്ങനെയായിരുന്നു? 4 വയസ്സിൽ ഇവരെ കൊണ്ടുപോകാന്നുള്ളത് വൈഫിൻ്റെ തീരുമാനമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ജസ്റ്റ് ഇതൊന്ന് സ്കേറ്റിങ് ഒന്ന് പഠിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ അവൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം കണ്ടതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ അവൻ്റെ താല്പര്യവും വൈഫ് ഇങ്ങനെ കുറേ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഈ കോമ്പറ്റീഷനും ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പിന്നെയും കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അതാണ്. പക്ഷെ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വൈഫ് നല്ല സപ്പോർട്ടാണ്. ജീവിതം ചെറിയൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നെങ്കിലും അതൊക്കെ അവന് പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് മുന്നിൽ ഇതൊക്കെ നിസ്സാരമാണെന്നുള്ളൊരു ചിന്തയാണോ മുഹമ്മദ് ഉള്ളത്? അല്ല, നമ്മളെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നത്ര നമ്മൾ ട്രൈ ചെയ്യാം. അതെ, ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ജീവിതത്തോട് അയ്യോ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് പറയുന്നവരോട് മോൻ്റെ ഈ വാക്കുകൾ വലിയൊരു സമാധാനത്തിൻ്റെതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, ബാക്കി തരാനുള്ളതൊക്കെ തരും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇവൻ ഇങ്ങനെ കൂട്ടുനിന്ന് ഇത്രയും കാലം.
അവനെല്ലാം സ്കേറ്റിംഗ് മാത്രമല്ല എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവന് ഇൻട്രസ്റ്റ് ആണ്. പിയാനോ പഠിക്കുന്നുണ്ട്, പിയാനോ വായിക്കും അവൻ. അപ്പം അവൻ്റെ കോൺഫിഡൻസ് ആണ്. പിന്നെ എന്ത് ത്യാഗം സഹിച്ചു അവനെ കൊണ്ട് ഇത് നേടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത്. പിന്നെ രഘുമാഷാണ് പയ്യന്നൂർ റോളർ സ്കേറ്റിലെ രഘുമാഷാണ് പരിശീലനം കൊടുക്കുന്നത്. മാഷും ഭയങ്കര സപ്പോർട്ടാണ് അവന്. അതെ, ശരിക്കും മുഹമ്മദ് അലിയാൻ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മൾ എത്ര തന്നെ നമുക്ക് എന്തൊക്കെ വെല്ലുവിളി ഉണ്ടായാലും ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടി കഴിയുന്നുള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, അവൻ്റെ ശാരീരിക വെല്ലുവിളിയൊന്നും അവന് പ്രശ്നമല്ല. പക്ഷേ പഠിക്കാൻ വേണ്ടി റോളർ സ്കേറ്റിംഗ് പഠിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലമില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. അത് അധികൃതരൊക്കെ ഈ ഒരു വാർത്തയെങ്കിലും കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവൻ്റെ കൂടെ പഠിക്കുന്നതാണെങ്കിലും നമുക്ക് സ്ഥലപരിമിതി ഉണ്ട്. റോളർ സ്കേറ്റിങ്ങിന് ബാങ്ക് ട്രാക്കാണ് വേണ്ടത്. പക്ഷെ അത്രയും ഒരു സൗകര്യം പയ്യന്നൂരില്ല. അത് ചെയ്തു തരണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, ഭാവിയിൽ ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ പയ്യന്നൂരിൽ നിന്നൊക്കെ ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൂടി ഒത്തുവരണം. ഇപ്പോൾ റോഡിലൊക്കെ വെച്ചാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ മോനെ റോഡിലൊക്കെ ഇറക്കാനൊരു ഭയമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭയം ഇല്ലാതില്ല. കാരണം ഞങ്ങളെ റോഡും ഞങ്ങളെ ഇവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ള റോഡിൻ്റെ ആ നിലപാട് എങ്ങനെയാണ്, വണ്ടികൾ പോകുന്നതും ആൾക്കാർ പെരുമാറുന്ന രീതിയും വെച്ച് നോക്കുമ്പോൾ റോഡിലിറക്കാൻ നല്ല പേടിയുണ്ട്. നല്ലൊരു ട്രാക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അവനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. മൊറാഴ പാളിയത്തവളപ്പ് ചിത്ര തിയേറ്റർ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മൊറാഴ സമരചരിത്രം നാടകമായി അവതരിപ്പിക്കുന്നു. നാടകത്തിന്റെ ടൈറ്റിൽ പ്രകാശനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടനെ വിറപ്പിച്ച ഒരു നാടിന്റെ ജനകീയ പ്രതിരോധത്തിന്റെ വീരചരിതമാണ് മൊറാഴ സമരം. മൊറാഴ 1940 എന്ന പേരിൽ അനിൽ നരിക്കോടാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. നാടകത്തിന്റെ ടൈറ്റിൽ MV ഗോവിന്ദൻ പ്രകാശനം ചെയ്തു. ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ 2 രക്തസാക്ഷികൾ, ഇവിടെ 2 പോലീസുകാരാണ് മരിച്ചതെങ്കിൽ അന്നത്തെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് തലശ്ശേരി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്ത അബുവിനെയും ചാത്തുകുട്ടിയെയും പീരങ്കി പട വെടിവെച്ചു കൊന്നു. തലശ്ശേരിയിൽ മട്ടന്നൂർ വെടിവെപ്പുണ്ടായി, പയ്യന്നൂർ വഴി ലാത്തിച്ചാർജ് ഉണ്ടായി. നിരവധി മേഖലയിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ച സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള കടന്നാക്രമണം ഉണ്ടായി. ഇ മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK ശ്യാമള, K സന്തോഷ്, അനിൽ നരിക്കോട്, KP പ്രദീപ് കുമാർ, ഫിലിപ്പ് രാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഭഗത് സിംഗിനെ കുറിച്ചുള്ള C ദാവൂദിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായ് സ്ക്വയറിൽ നടന്ന പരിപാടി DYFI മുൻ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഭഗത് സിംഗിനെ കുറിച്ചുള്ള C ദാവൂദിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പു പറയണം എന്നാവശ്യപ്പെട്ട് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധ പരിപാടി DYFI മുൻ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയാണ് ബിനാദാസിനെ കുറിച്ച് ഈ രാജ്യത്തെ ചരിത്ര വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കുന്നത്? പാർത്തലയിലെ യൂറോപ്യൻ ക്ലബിൽ ഇന്ത്യക്കാർക്കും പട്ടികൾക്കും പ്രവേശനമില്ലെന്ന് ബോർഡ് എഴുതി വെച്ച പാർത്തലയിലെ യൂറോപ്യൻ ക്ലബിലേക്ക് മദ്യപിച്ച് മതോന്മത്തരായി ജീവിതം ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് കുതിച്ചു വന്ന ഇറ്റപ്പുലിയെ പോലെ കുതിച്ചു വന്നിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട്. കൽക്കത്ത പ്രസിഡൻസി കോളേജിൽ ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദാന്തര ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. ചിതറിത്തെറിച്ച വെടിയുണ്ടകൾ. ധീരദേശാഭിമാനികളായ രക്തസാക്ഷികളെ അപമാനിക്കാനുള്ള ശ്രമം DYFI അനുവദിക്കില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ AV രഞ്ജിത്ത് പറഞ്ഞു. PP അനീഷ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. VK നിഷാദ്, C ഷിജിൽ, TCV നന്ദകുമാർ, K മനുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം കായിക മത്സരം ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം കായിക മത്സരം ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, മറ്റ് പഞ്ചായത്തിന്റെയും
അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെയും പ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ. ബ്ലോക്ക് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AV രവീന്ദ്രൻ, സുനിൽകുമാർ, CP മുഹമ്മദ് റഫീഖ്, AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം പയ്യന്നൂർ ഷെണായ് സ്ക്വയറിൽ നിന്നും സംഘടിപ്പിച്ച മിനി മാരത്തോൺ TA മധുസൂദനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംസ്ഥാന ജൂനിയർ ഫ്രീ സ്റ്റൈൽ, വനിത ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ്, സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പ് എന്നിവ 4 ദിവസങ്ങളിലായി നടക്കും. ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം പയ്യന്നൂർ ഷെണായ് സ്ക്വയറിൽ നിന്നും സംഘടിപ്പിച്ച മിനി മാരത്തോൺ TA മധുസൂദനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. വീണ്ടും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിഭാശാലികളായിട്ടുള്ള താരങ്ങൾക്ക് ആതിഥ്യമരുളുന്ന ചുമതലയാണ് പയ്യന്നൂർ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഒരു വലിയ വിളംബര പ്രഖ്യാപനമാണ് ഈ മാരത്തോണിലൂടെ സംഘടിപ്പിക്കുന്നത്. പോത്തേര കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാരത്തോൺ മെയിൻ റോഡ് പെരുമ്പ ബൈപ്പാസ് റോഡ് വഴി ഷെണായ് സ്ക്വയറിൽ സമാപിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 300ഓളം കായിക താരങ്ങൾ മിനി മാരത്തോണിൽ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ ഷിബിൻ ആൻഡോ 1ാം സ്ഥാനവും റിജിൻ ബാബു 2ാം സ്ഥാനവും മലപ്പുറം ജില്ലയിലെ ആനന്ദ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് 5000, 3000, 2000 എന്നിങ്ങനെ സമ്മാനത്തുക ലഭിച്ചു. 15 വയസ്സിന് താഴെ പ്രായമുള്ള വിഭാഗത്തിൽ ആദ്യ മത്സരം പൂർത്തിയാക്കിയ അജ്നാസ്, കൃഷ്ണപ്രിയ, വനിതകളിൽ ആദ്യം പൂർത്തിയാക്കിയ ശ്രീതു, വിഷ്ണുപ്രിയ ബിനോയ്, 60 വയസ്സിനു മുകളിൽ കരുണാകരൻ, C നാരായണൻ നായർ എന്നിവർക്കും പ്രത്യേക സമ്മാനം ലഭിച്ചു. മാരത്തോൺ പൂർത്തിയാക്കിയ മുഴുവൻ ആളുകൾക്കും മെഡലുകളും നൽകി. ചടങ്ങിൽ T വിശ്വനാഥൻ, പ്രേമരാജൻ കാന, P ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘാടക സമിതി ചെയർമാൻ PA സന്തോഷ്, V നന്ദകുമാർ, CV രാജു മാസ്റ്റർ, D സുനിൽ, മധു ഒർജിൻ, രഘുമാഷ്, ബിജു VV, VP കൃഷ്ണൻ, പ്രകാശൻ മാസ്റ്റർ, ഹരിഹർ കുമാർ, MB ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് പയ്യന്നൂർ നഗരസഭ കേരളോത്സവം 2024 കണ്ടങ്ങാളി സ്കൂളിൽ വെച്ച് നടന്നു. കലാമത്സരങ്ങളിൽ തെരു സാംസ്കാരിക വേദി ഓവറോൾ കിരീടം കരസ്ഥമാക്കി. 2ാം സ്ഥാനം കണ്ടങ്ങാളി വായനശാലയും നേടി. കണ്ടങ്ങാളി സ്കൂളിൽ വെച്ച് നടന്ന സമാപന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ കേരളോത്സവത്തിൽ കണ്ടങ്ങാളി സ്കൂളിൽ നടന്ന കലാമത്സരങ്ങളിൽ തെരു സാംസ്കാരിക വേദി ഓവറോൾ കിരീടം കരസ്ഥമാക്കി. കണ്ടങ്ങാളി വായനശാല 2ാം സ്ഥാനം നേടി. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കായിക മത്സരങ്ങളിൽ കണ്ടോത്ത് സ്പോർട്സ് ക്ലബ്ബ് ഓവറോൾ കിരീടം നേടി. 2ാം സ്ഥാനം ലെജൻഡ്സ് മുത്തത്തെ കരസ്ഥമാക്കി. കണ്ടങ്ങാളി സ്കൂളിൽ നടന്ന സമാപന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, TP സമീറ, T വിശ്വനാഥൻ, VV സജിത, കൗൺസിലർമാരായ M ആനന്ദൻ, M പ്രസാദ്, മണിയറ ചന്ദ്രൻ, K ബാലൻ, വസന്ത രവി, കോർഡിനേറ്റർ E അനീഷ് കുമാർ, MV ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 5 ആരംഭിച്ച് കഴിഞ്ഞ 13 ദിവസങ്ങളിലായി നഗരസഭയുടെ കണ്ടോത്ത് കിസാൻ ഗ്രൗണ്ട്, വെള്ളൂർ, അന്നൂർ, മുത്തത്തി, തായ്നേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രാദേശിക തലത്തിൽ വിപുലമായ സംഘാടക സമിതികൾ രൂപീകരിച്ചാണ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ ചങ്ങമ്പള്ളി തോട് റോഡ് യാഥാർത്ഥ്യമാകുന്നു. നാട്ടുകാരുടെ നീണ്ടകാലത്തെ ആവശ്യമാണ് സഫലമാകുന്നത്. കരിവെള്ളൂർ ചങ്ങമ്പള്ളിത്തോട് മുതൽ ഇല്ലത്തുവയൽ വരെയുള്ള ഭാഗമാണ് വീതി കൂട്ടി നവീകരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജനകീയ കൂട്ടായ്മയിലാണ് റോഡൊരുങ്ങുന്നത്. തോടിനു കുറുകെ സ്ലാബിടുകയും ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജനകീയ കമ്മിറ്റി ചെയർമാൻ KP രാഘവൻ മാസ്റ്റർ പറയുന്നു. കരുവള്ളൂരിലെ മണക്കാട് നിവാസികളുടെ ചിരകാല അഭിലാഷമാണ് ഈ ചങ്ങമ്പള്ളിത്തോട് മണക്കാട് റോഡ്. ഈ റോഡിന് ആവശ്യമായ സ്ഥലം ഇപ്പോൾ വിട്ടുകിട്ടിയതുകൊണ്ട്
നമ്മൾ ഇതിൻ്റെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായ ഫണ്ട് സ്വരൂപിച്ച് വരുന്നതേ ഉള്ളൂ. ഇല്ലത്തുവയൽ, തെക്കേ മണക്കാട്, വടക്കേ മണക്കാട് നിവാസികളുടെ യാത്രാ ദുരിതത്തിനാണ് ഇതോടെ അറുതി വരാൻ പോകുന്നത്. ഒട്ടേറെ കുടുംബങ്ങളാണ് ഇരുവശങ്ങളിലുമായി താമസിക്കുന്നത്. വീതി കൂട്ടുന്നതിനാവശ്യമായ സ്ഥലം ഉടമകൾ സൗജന്യമായി നൽകുകയായിരുന്നു. മങ്കക്കോട്ട് വയൽ വരെയുള്ളതാണ് ഈ റോഡ്. 45ഓളം ആളുകളാണ് റോഡ് നവീകരണത്തിൽ പങ്കാളികളായത്. പഞ്ചായത്തിന്റെ സഹായവും റോഡ് നിർമ്മാണത്തിനുണ്ട്. 3.5 മീറ്റർ വീതിയിലാണ് നിർമ്മാണം. KP രാഘവൻ മാസ്റ്റർ, അക്കാളത്ത് സുകുമാരൻ, AV ലേജു, PV ചന്ദ്രൻ മാസ്റ്റർ, TV തമ്പാൻ തുടങ്ങിയവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വയനാട് ദുരന്തം പാർലമെന്റിൽ മറുപടിയിൽ ഒരു പരാമർശവും നടത്താത്ത കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് CPI കണ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കണ്ണപുരം ചൈനാക്ലേ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചെറുകുന്ന് കതിർവയ്ക്കും തറയിൽ സമാപിച്ചു. വയനാട് ദുരന്തത്തെപ്പറ്റി പാർലമെന്റിൽ ഒരു മറുപടി പരാമർശവും നടത്താത്ത കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് CPIM കണ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. PV ബാബുരാജേന്ദ്രൻ, VK വിജയൻ, A കൃഷ്ണൻ, ചിന്നൻ, K രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണപുരം ചൈനാക്ലേ റോഡിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം ചെറുകുന്ന കതിർവെക്കും തറയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സിവിൽ കോഡ് പെൻഷനേഴ്സ് ഗ്രൂപ്പ് കണ്ണൂർ ജില്ലാ സൗഹൃദ സംഗമം പയ്യന്നൂരിൽ നടന്നു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിവിൽ കോർട്ട് പെൻഷനേഴ്സ് ഗ്രൂപ്പ് കണ്ണൂർ ജില്ലാ സൗഹൃദ സംഗമം പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് O ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ P രാജൻ, K അശോകൻ, അബ്ദുൾ റസാഖ്, M ബാലകൃഷ്ണൻ, OP വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചായപ്രേമികൾക്കും ഒരു ദിനമുണ്ട്. ഡിസംബർ 15 അന്തർദേശീയ ചായ ദിനത്തിൽ ചായയ്ക്ക് നമുക്കിടയിലേക്കുള്ള സ്ഥാനത്തെ ഓർമ്മിക്കാം. ചൂടുള്ള ചായ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടാത്തവർ നമ്മുടെ ഇടയിൽ കുറയും. ചായയ്ക്ക് അത്രയേറെ സ്വാധീനമുണ്ട് നമുക്കിടയിൽ. ചായയിലാണ് പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. ഒരു ദിവസം 6ഓളം ഗ്ലാസ് ചായ കുടിക്കുമെന്ന് ഓണക്കുന്നിലെ ജനാർദ്ദനൻ പറയുന്നു. നമ്മൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് അമ്മ ചായ ടീപ്പോയിന് മുകളിൽ ചായ വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുക. ചായ മെയിൻ. ഉറങ്ങി എണിച്ചോടെ ചായ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളൂ. ചായ ആവുന്നവരേ കിടക്കും. അതാണ് ശീലം. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചായ ഒരു 3-4 പ്രാവശ്യം കഴിക്കും. ചായപ്രേമികൾക്കു വേണ്ടി മാത്രമല്ല ചായ ദിനം ആചരിക്കുന്നത്. തേയില കച്ചവടം കർഷകരിലും തൊഴിലാളികളിലും ചെലുത്തുന്ന ആഘാതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം പ്രധാനമായും ശ്രമിക്കുന്നത്. ചായയുടെ ഉത്ഭവം ചൈനയിൽ നിന്നാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ചായ എത്തുന്നതുവരെ ഇത് ഔഷധ ആവശ്യങ്ങൾക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളിലും ഡിസംബർ 15 ചായ ദിനമായി കൊണ്ടാടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും അനുമോദന സദസ്സ് ഉദ്ഘാടനവും നടന്നു. കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗവും പയ്യന്നൂർ കോളേജ് മലയാളം വിഭാഗം മേധാവിയുമായ പ്രൊഫസർ P പ്രജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും അനുമോദന സദസ്സും നടന്നു. കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗവും പയ്യന്നൂർ കോളേജ് മലയാളം വിഭാഗം മേധാവിയുമായ പ്രൊഫസർ P പ്രജിത സമ്മാനദാനവും അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ ഒരു കുട്ടി ചിന്തയിലൂടെ അവരെ വളർത്തിയെടുക്കേണ്ട ഒരു കാലം കൂടിയാണ്. ഭരണഘടന അനുശാസിക്കുന്ന പല അവകാശങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കടമ എന്താണെന്നും ഞാൻ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കണമെന്നും എന്തൊക്കെ ഭക്ഷണമായി എനിക്ക് ഉപയോഗിക്കാമെന്നും ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കാമെന്നും ഒരു കുട്ടി സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രസക്തിയേറുന്നു. ചടങ്ങിൽ ഇഗ്മോ പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. VC നാരായണൻ, MK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് മുരളി പള്ളത്ത്, KP ശ്രീധരൻ, NAV അബ്ദുള്ള, വൈശാഖ് ഏറ്റുകൊടുക്ക, N അബ്ദുറഹ്മാൻ, സുരേന്ദ്രൻ കേളോത്ത്, സത്യൻ കൊറ്റി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കേരള കർഷക സംഘം പയ്യന്നൂർ ടൗൺ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി തരിശുരഹിത പയ്യന്നൂർ വില്ലേജ് തല ജൈവ പച്ചക്കറി കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം കാരയിൽ നടന്നു. ടി എ മധുസൂദനൻ MLA നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക സംഘം പയ്യന്നൂർ ടൗൺ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി നടത്തുന്ന തരിശുരഹിത പയ്യന്നൂർ വില്ലേജ് തല ജൈവ പച്ചക്കറി കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം ടി എ മധുസൂദനൻ MLA നിർവഹിച്ചു. തരിശുരഹിത പയ്യന്നൂര് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗം കോവിഡ് കാലത്താണ് നമ്മളൊരു വലിയ വെല്ലുവിളി ഏറ്റെടുത്തത്. ചടങ്ങിൽ ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. പി ഗംഗാധരൻ, പോത്തേര കൃഷ്ണൻ, കെ സതീശൻ, VP സതീശൻ, R ഹരീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം കുറ്റൂർ പഞ്ചായത്ത് CDSന്റെയും GRCയുടെയും നേതൃത്വത്തിൽ കക്കറ, കായപ്പൊയിൽ ST നഗർ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായുള്ള ശില്പശാല ഒരുമിച്ചിരിക്കാം ഇത്തിരി നേരം സംഘടിപ്പിച്ചു. കക്കറ UP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരമം കുറ്റൂർ CDS ആൻഡ് GRCയുടെ ഭാഗമായി കക്കറ UP സ്കൂളിൽ കക്കറ കായപ്പൊയിൽ ST കുടുംബശ്രീ അംഗങ്ങൾക്കായി ഏകദിന ശില്പശാലയും ജെൻഡർ കാർണിവലിന്റെ ഭാഗമായി ഭക്ഷ്യവിഭവ പ്രദർശന മത്സരം, തെരുവോര ചിത്രരചനാ മത്സരം, ഫാം ലൈവ്ലിഹുഡിന്റെ ഭാഗമായി അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി വിത്ത് വിതരണവും JLG ഗ്രൂപ്പുകളുടെ മൊബിലൈസേഷനും രൂപീകരണവും സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ മറ്റ് മേഖലകളായ DDUGKY ആൻഡ് ബാലസഭ, IBCB ആൻഡ് FI, ME ആൻഡ് മാർക്കറ്റിംഗ്, DWMS എന്നിവയെക്കുറിച്ചും ശില്പശാലയിൽ ചർച്ച ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ആലീസ് ജോയി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ P വീണ, അക്കൗണ്ടന്റ് GGM എന്നിവർ സംസാരിച്ചു. ഈ 7-8 വാർഡില് പാട്ടഭൂമി ഉണ്ടോ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു നോക്കണം. തരിശു സ്ഥലമുണ്ടോ? സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് മുന്നിട്ട് ഇറങ്ങിയാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? കൃഷി ചെയ്യാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ വിത്ത് തരും. അതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന സ്കീമുകൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ നമുക്ക് കൃഷി വളരെയധികം പ്രാധാന്യമുണ്ട്. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് സർവീസ് പ്രൊവൈഡർ ഭവിത, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ആതിര കെ, അനുശ്രീ M, ലിജിന NV, നീമിന AV, കമ്മ്യൂണിറ്റി അംബാസിഡർ പത്മാവതി, CC ശ്രുതി എന്നിവർ മേഖലകൾ വിശദീകരിച്ച് സംസാരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ST ആനിമേറ്റർ അശ്വതി നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആംപിയർ സൂപ്പർ ലീഗ് സീസൺ 1 ഫുട്ബോൾ മത്സരങ്ങളിൽ 2ാം വർഷ ഓട്ടോമൊബൈൽ വിഭാഗം ചാമ്പ്യന്മാരായി. ആംപിയർ മാനേജിംഗ് ഡയറക്ടർ KK ജയപ്രകാശ് വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ സൂപ്പർ ലീഗ് സീസൺ 1 ഫുട്ബോൾ മത്സരങ്ങളിൽ ഫൈനലിൽ 2ാം വർഷ ഇലക്ട്രിക്കൽ വിഭാഗത്തെ തോൽപ്പിച്ച് 2ാം വർഷ ഓട്ടോമൊബൈൽ വിഭാഗം ചാമ്പ്യൻഷിപ്പ് നേടി. ബെസ്റ്റ് പ്ലെയറായി സാബിത്ത് AC, ബെസ്റ്റ് ഡിഫൻസായി ഹസൻ MC, ബെസ്റ്റ് ഗോൾ കീപ്പറായി അരുൺജിത്ത് P എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രിൻസിപ്പൽ M വിജയൻ നമ്പ്യാരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് മുങ്ങം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശ്രീധർമ്മശാസ്താവിന്റെയും ദേവിയുടെയും വിഗ്രഹങ്ങൾ ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ചെറുകുന്ന് മുങ്ങം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശ്രീ ധർമ്മശാസ്താവിന്റെയും ദേവിയുടെയും വിഗ്രഹങ്ങൾ ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ദീപാരാധനയോടുകൂടി പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചു. 15-ന് രാവിലെ 11 മണിക്കും 12 മണിക്കും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടന്നു. മുങ്ങം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പുനരുദ്ധാരണ സമിതിയാണ് പ്രവർത്തനങ്ങൾ നടത്തിവന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പറവൂർ റിവർ സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അഹല്യ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. റിവർ സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് പറവൂരിന്റെ നേതൃത്വത്തിൽ അഹല്യ ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പറവൂർ LP സ്കൂളിൽ നടന്ന ക്യാമ്പ് നിരവധി പേർ പ്രയോജനപ്പെടുത്തി. അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ നേത്രസംബന്ധമായ രോഗങ്ങൾ പരിശോധിച്ച് ചികിത്സ നിശ്ചയിച്ചു. ക്യാമ്പിൽ പരിചയസമ്പന്നരായ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ഠി മഹോത്സവം ഡിസംബർ 4 മുതൽ 7 വരെ തീയതികളിൽ നടക്കും. 4-ന് വൈകിട്ട് 4:30 കലവറ നിരക്കൽ ഘോഷയാത്ര കൊട്ടിയൂർ നന്മടം ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാമന്തളി പഞ്ചായത്തിലെ ചൂളക്കടവിനെയും പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിക്കടവിനെയും ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്ന നേതാക്കൾക്ക് പൊതുയോഗ പ്രസംഗത്തിലൂടെ തുറന്ന മറുപടിയും താക്കീതും നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. തൃക്കരിപ്പൂർ മുൻ MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന K കുഞ്ഞിരാമന്റെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ പ്രതികരിച്ചത്. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ നേതൃത്വത്തിൽ വലിയപറമ്പ് ബീച്ചിൽ സംഘടിപ്പിച്ച തീരസംഗമം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിക്ക് ഞായറാഴ്ച വൈകുന്നേരം നാടൻപാട്ട് അവതരണത്തോടെയാണ് സമാപനമായത്. പയ്യന്നൂരിന്റെ അഭിമാനമായി മാറുകയാണ് കൊച്ചിയിലെ ഫസീല മൻസിലിൽ ഫാഹിദയുടെയും നജീബിന്റെയും മകനായ മുഹമ്മദ് ലിയാൻ. ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാരാ സ്കേറ്റിംഗ് വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി 2 തവണയാണ് വെള്ളി മെഡൽ നേടിയത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.